നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. രണ്ടാഴ്ചത്തേക്കാണ് ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം. എന്നാൽ അത് എത്ര കണ്ട് ഫലം ചെയ്യും എന്നുള്ള ഒരു ആശങ്കയാണ്. എപ്പോൾ വേണമെങ്കിലും ഇസ്രയേലും ഇറാനും തമ്മിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇസ്രയേൽ അതിമാരകമായ ആക്രമണങ്ങൾ ലെബനനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ഇറാന്റെ വെല്ലുവിളി. ഈ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ടെല്ലവീവിലേക്ക് മിസൈലുകൾ തൊടുക്കും എന്നുള്ളൊരു വെല്ലുവിളി ഇപ്പോൾ ഇറാൻ നടത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇസ്രയേലിനെ അമേരിക്ക ചങ്ങലക്കിടണം എന്നുള്ളൊരു പ്രസ്താവനയും ഇറാൻ നടത്തിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഹിസ്ബുള്ള എത്രയും പെട്ടെന്ന് ആയുധം വെച്ച് കീഴടങ്ങണമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു രണ്ടാഴ്ചത്തേക്ക് ഈ ഒരു വെടിനിർത്തൽ ഇതേ രീതിയിൽ മുൻപോട്ട് പോകുമോ, അതോ അതിന് മുൻപൊരു ആക്രമണം അതുണ്ടാകുമോ? ഒരു വലിയ സമാധാന ചർച്ചയ്ക്ക് ഇസ്ലാമാബാദ് തയ്യാറെടുത്തു കഴിഞ്ഞു. പാകിസ്ഥാൻ്റെ വെപ്രാളം കണ്ടാൽ നമുക്ക് ചിരി വരും. നമുക്ക് ആ ചർച്ചാ വേദിയിൽ നിന്ന് ഇസ്രായേലിലെ ടെല്ലവീവിലേക്ക് തിരിച്ചു പോകാം. ഇസ്ലാമാബാദിൻ്റെ ഒരു 3 കിലോമീറ്റർ ചുറ്റളവിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുക. ജനങ്ങളോട് വീട്ടിൽ നിന്ന് ഇറങ്ങരുത് എന്ന് ഇറാൻ കൽപ്പിച്ചിരിക്കുന്നു. അവിടെ ലോക്ക്ഡൗൺ മാത്രമല്ല, കർശന നിയന്ത്രണങ്ങൾ. അപരിചിതരായ ആരും ആ വഴിയിലൂടെ അകത്തേക്ക് പ്രവേശിക്കരുത്. ചെക്ക് പോസ്റ്റുകൾ, എല്ലാ റോഡുകളിലും ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. സൈന്യത്തെ വലിയ തോതിൽ വിന്യസിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് നിരീക്ഷണം നടത്തുന്നു. ഇത് ഈ പേടിക്കൊരു വല്ലാത്ത കാരണമുണ്ട്. കാരണം 2 ദിവസമായി ഇസ്രായേലിനെ നേർക്കുനേർ വെല്ലുവിളിക്കുക പാകിസ്ഥാൻ്റെ ഒരു പ്രതിരോധ മന്ത്രിയുണ്ട്. അയാൾ തനിക്ക് വെളിവില്ലാതെ ഇസ്രായേലിനെതിരെ എന്തൊക്കെയോ വിളിച്ചു പോയി. ഒന്ന്, അയാൾ പറയുന്നത് ഇസ്രായേൽ ക്യാൻസറാണ്, ഈ ക്യാൻസർ പടരാതെ എത്രയും പെട്ടെന്നത് നശിപ്പിക്കണം എന്നൊക്കെയാണ് അയാൾ വിളിച്ചു പോയത്. ഇത് അപകടമാണെന്ന് അസിം മുനീറിന് മനസ്സിലായി. അസിം മുനീർ പറഞ്ഞ് മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ പോസ്റ്റ് പിൻവലിപ്പിച്ചു. പാകിസ്ഥാൻ ഒരിക്കലും ഒരു മധ്യസ്ഥ രാജ്യമായി തങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞു. ഇതോടെ പാകിസ്ഥാൻ്റെ വെടി തീർന്നു. കാരണം ഇതിലൊരു കക്ഷി ഇസ്രായേലാണ്, ഇസ്രായേൽ അമേരിക്കയുമാണ് ഓരോ കക്ഷികൾ. ഒരു കക്ഷി മാത്രമാണ് ഇറാൻ. അപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ വെടിനിർത്തൽ കരാറിൽ ഇപ്പോൾ എത്തിയിട്ടും കാര്യമൊന്നുമില്ല. കാരണം ഇസ്രായേൽ എന്നൊരു മേജർ കക്ഷി പുറത്ത് നിൽക്കുകയാണ്. ഇസ്രായേൽ ആവട്ടെ പാകിസ്ഥാൻ ഒരു തീവ്രവാദ രാജ്യമാണ്, തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നു, അവരെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, അവർ മധ്യസ്ഥത വഹിക്കുന്ന ചർച്ചകളിൽ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് അവരുടെ ഔദ്യോഗിക തീരുമാനം അറിയിച്ചു. പിന്നെ ട്രംപ് എന്തെങ്കിലും ഉചിതമായ തീരുമാനമെടുത്താൽ ഞങ്ങൾ അമേരിക്കയ്ക്കൊപ്പം നിൽക്കും. എന്നാൽ ഇസ്രയേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നിറവേറ്റും. അപ്പോൾ വളരെ കണിശമായ നിലപാടാണ് നെതന്യാഹു സ്വീകരിച്ചിരിക്കുന്നത്. ലെബനൻ വിഷയം നിങ്ങൾ ചർച്ചാ മേശയിൽ നിന്ന് മാറ്റിവെച്ചേക്കുക. ലെബനൻ്റെ അവർ പറയുന്ന ഇപ്പോഴും അവർക്ക് ആ ലിറ്റാനി നദിക്ക് ഇപ്പുറത്തുള്ള ഒരു വലിയ പ്രദേശമുണ്ട് തെക്കൻ ലെബനൻ്റെ. ആ ഭാഗം ഞങ്ങൾ ബഫർ സോണാക്കി മാറ്റും നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന. ഇന്ന് പല മേഖലകളിലും ആളുകളെ കുടിയൊഴിപ്പിച്ചു. വലിയ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇറാനെ സംബന്ധിച്ച് ഹിസ്ബുള്ള ഇങ്ങനെ ചുട്ടരിക്കുന്നത് സഹിക്കാൻ കഴിയില്ല. ആകെ അവശേഷിക്കുന്ന ഇത്തിരിയെങ്കിലും ആയുധമുള്ള ഒരു പ്രോക്സിയാണ്. അവരെയും കൂടെ ചുട്ട് കഴിഞ്ഞാൽ ഇറാൻ്റെ സർവ്വശക്തിയും തീരും. ഈ ഭയം ഇറാനിലുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ വിചിത്രമായ മറ്റു ചില സംഭവങ്ങൾ, അതാണ് നമ്മൾ ചിരിച്ചു മടുക്കുന്നത്. അമേരിക്കയിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് JD വാൻസും സംഘവും ഫ്ലൈറ്റ് കയറി അവർ യാത്ര തിരിച്ചു. ഇറാനിൽ നിന്ന് ഇസ്ലാമാബാദ് വരെ 3 മണിക്കൂർ യാത്രാ ദൂരം. അതുകൊണ്ട് അമേരിക്കൻ സംഘം പുറപ്പെട്ടതിന് ശേഷം ഇറാൻ സംഘം പുറപ്പെടുമെന്നാണ് പാകിസ്ഥാൻ വിവരം അറിയിച്ചിരുന്നത്. ഇറാനിൽ നിന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അരാക്ചി, പിന്നെ അവരുടെ ഒരു പാർലമെൻറ്റ് സ്പീക്കറുണ്ട്. ഇവർ 2 പേരാണ് മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഈ 2 പേരെ കൊല്ലണ്ട എന്ന് നേരത്തെ ട്രംപ് തീരുമാനിക്കുകയും കൊല്ലണ്ടാത്തവരുടെ ലിസ്റ്റിൽ ആദ്യം ഇവരുടെ 2 പേരുടെ പേരെഴുതി ഇസ്രായേലിന് കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് അവരിപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. അപ്പോൾ അവർക്കൊപ്പമുള്ള സംഘം പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്ക് പറക്കാൻ ഇന്ന് രാവിലെ പറക്കുമെന്നായിരുന്നു തീരുമാനമെടുത്തത് അവിടുത്തെ ഇറാൻ സമയം. പക്ഷെ അവർക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് പേടി. അവരുടെ പേടി മറ്റൊന്നുമല്ല, ഒന്ന്, യാത്രാമധ്യേ തങ്ങളെ ഇസ്രായേൽ തീർക്കുമോ, ആക്രമിക്കുമോ. അപ്പോൾ ഈ വിവരം പാകിസ്ഥാനോട് പറഞ്ഞു. അപ്പോൾ ഇറാനെ കുഴയ്ക്കുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ വ്യോമസേന പൂർണ്ണമായും തകർന്നു. ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തിൽ വ്യോമസേന ഇല്ല. അപ്പോൾ അവർക്ക് സംരക്ഷണ കവചം ഒരുക്കാനുള്ള യുദ്ധവിമാനങ്ങളില്ല. മറുവശത്ത് മറ്റൊരു പേടി, ഇസ്ലാമാബാദിലെത്തി എവിടെയെങ്കിലും താമസിച്ചാൽ പണ്ട് ഇസ്മയിൽ ഹനിയെ ബോംബ് വെച്ചൊരു ഗസ്റ്റ് ഹൗസിൽ തീർത്തല്ലോ ടെഹ്റാനിൽ ചെന്ന ഇസ്മയിൽ ഹനിയെ. സമാനമായ ഏതെങ്കിലും തലത്തിൽ ചർച്ചകൾക്ക് മുമ്പ് തന്നെ തങ്ങളെ ആക്രമിച്ച് കൊല്ലുമോ എന്നൊരു പേടി. മറ്റൊരാക്രമണം നമ്മൾ ഖത്തറിൽ വെച്ച് കണ്ടതാണ്. അപ്പോൾ ഇസ്രായേൽ എന്തിനും മടിക്കാത്തവരാണ്. അമേരിക്ക ഒരു വശത്തുണ്ട് എന്നത് കരുതി
അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ്. പുള്ളി കൈമലർത്തും. ഇസ്രായേൽ ചെയ്തതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാം നഷ്ടപ്പെടുന്നു. ഇവർ ഭയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമാബാദിൽ ഇരുമ്പ് സുരക്ഷ എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത്. അയൺ സെക്യൂരിറ്റി ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. മറുവശത്ത് പാകിസ്ഥാൻ വലിയ ഷോ ഓഫാണ്. പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങളെല്ലാം കൂടി പശ്ചിമേഷ്യയിലേക്ക് ഇപ്പോൾ പറത്തിയിരിക്കുകയാണ്. അതിൽ അവരുടെ ഏറ്റവും ശക്തമായ ചില യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ ഇറാനിലെത്തി. ഇറാനിലെ ഈ തുറമുഖ വിമാനത്താവളമുണ്ട്, അവിടെ എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഇറാൻ യാത്രാ വിമാനം ഉയർന്നു പൊങ്ങുമ്പോൾ ഇവരുടെ യുദ്ധവിമാനങ്ങൾ അകമ്പടി സേവിക്കും. യാത്രാമധ്യേ ഏതെങ്കിലും തലത്തിൽ ശത്രുവിൻ്റെ ആക്രമണങ്ങളോ മറ്റ് പ്രതിസന്ധികളോ ഉണ്ടായാൽ ദീർഘനേരം ആകാശത്ത് നിലയുറപ്പിക്കാൻ ഇന്ധനം നിറയ്ക്കുന്ന വിമാനവും ആകാശത്ത് എത്തിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ. പക്ഷേ ഇതൊക്കെ പ്രവർത്തിക്കുമെന്ന് നമുക്കറിയില്ല. മറ്റൊരു യുദ്ധവിമാനങ്ങളുടെ കൂട്ടം അറബ് രാജ്യങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവർ പറയുന്നതനുസരിച്ച് UAE, സൗദി അറേബ്യ, ഖത്തർ 3 കേന്ദ്രങ്ങളിലായി പാകിസ്ഥാൻ അവരുടെ യുദ്ധവിമാനങ്ങൾ എത്തിച്ചു. ഇറാനിൽ നിന്ന് ഇവരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം അതത് മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ ആ മേഖലയിൽ വളരെ ശക്തമായ സംരക്ഷണം കൊടുക്കുകയാണ് ലക്ഷ്യം. ഇതൊക്കെ ഒരൊറ്റ പേടിയില്ല, ഇസ്രായേൽ പേടി. മറ്റൊരാളില്ലല്ലോ അവിടെ. അമേരിക്ക ചർച്ചയ്ക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ ഇവരെ വളരെ സുരക്ഷിതരാക്കി ഇസ്ലാമാബാദിലെത്തിച്ച് ചർച്ചകൾ പൂർത്തീകരിച്ച് തിരിച്ചു വിടണം. അപ്പോൾ വലിയൊരു ടാസ്ക്കാണ് പാകിസ്ഥാൻ ഏറ്റെടുത്തിരിക്കുന്നത്. മറുവശത്ത് പാകിസ്ഥാൻ സ്വയം പറയുന്നത് ഞങ്ങളുടെ മധ്യസ്ഥതയിൽ ഈ പ്രശ്നം തീരുമെന്നാണ്. പക്ഷേ അമേരിക്ക ഇപ്പോൾ ഒരു പ്രതികരണം നടത്തി. പാകിസ്ഥാനെ ഞങ്ങൾക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. കാരണം ഇറാന് വേണ്ടി തന്ത്രങ്ങൾ മെനയാൻ മടിക്കാത്തവരാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രതിനിധി സംഘം സൂക്ഷ്മതയോടെ മാത്രമേ ഈ ചർച്ചയെ നോക്കിക്കാണൂ. ഇതിനിടയിൽ പാകിസ്ഥാൻ്റെ തമാശകൾ എന്താണെന്ന് വെച്ചാൽ ഇറാൻ ഒരു 10 നിബന്ധനകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആ നിബന്ധനകളിൽ കുറേയൊക്കെ ഞങ്ങൾ സംസാരിച്ചൊതുക്കാം എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. അതിനെയും ട്രംപ് പുച്ഛിച്ചു തള്ളി. അവരുടെ നിബന്ധനയൊക്കെ അവരുടെ കയ്യിലിരിക്കട്ടെ. നമ്മൾ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്ക് തുറക്കണം, ആണവ ആയുധ നിർമ്മാണം ഒരു കാരണവശാലും അനുവദിക്കില്ല, ദീർഘദൂര മിസൈലുകളുടെ കാര്യത്തിൽ നിയന്ത്രണം വേണം. ഈ 3 വ്യവസ്ഥകൾ അംഗീകരിക്കാമെങ്കിൽ ഞങ്ങൾ വെടിനിർത്തൽ കരാർ പാലിക്കാമെന്നും ഒരു സമ്പൂർണ്ണ വെടിനിർത്തലിലേക്ക് പോകാമെന്നും അമേരിക്ക പറയുന്നു. മറ്റൊരു തന്ത്രവും ഇതിനിടയിൽ അമേരിക്ക പുറത്തെടുത്തു. അതെന്താണ് എന്ന് വെച്ചാൽ ഈ ചർച്ച വിജയകരമായി പൂർത്തിയാക്കണമെന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മേൽ വലിയ സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ. ഇപ്പോൾ ചില സ്പാനിഷ് ഭരണാധികാരികൾ ഉൾപ്പെടെ ചില ആളുകൾ ഇസ്രായേലിനോട് ലെബനനെ ആക്രമിച്ച് ഈ സമയത്ത് നിങ്ങൾ പ്രകോപനം ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. മറുവശത്ത് അമേരിക്ക അതിനൊരു മറുതന്ത്രം മെനഞ്ഞു. അതിലിപ്പോൾ ആകെ അട്ടപടലം വെട്ടിലായിരിക്കുക UK. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു, ട്രംപ് തുറന്നൊന്നും പറഞ്ഞില്ല, അത് മനോഹരമായിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞു. ഒരു റിപ്പോർട്ട് അമേരിക്കൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചു. ആ റിപ്പോർട്ട് മറ്റൊന്നുമല്ല, ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഒരു കാര്യം ചെയ്യട്ടെ, അമേരിക്കയും ഇറാനും സംയുക്തമായി നോക്കട്ടെ. അവിടെ നിന്ന് കിട്ടുന്ന ടോൾ പിരിവിൻ്റെ 80% അമേരിക്കയ്ക്കും 20% ഇറാനും എടുക്കട്ടെ എന്നൊരു പ്രപ്പോസൽ അമേരിക്കൻ മാധ്യമങ്ങൾ മുന്നോട്ട് വെച്ചു. അപ്പോൾ ട്രംപ് പറഞ്ഞു ഇത് മനോഹരമായ ഒരു ആശയമാണ്. ട്രംപ് എന്താണ് ഉദ്ദേശിച്ചത് എന്നറിയില്ല. അപ്പോൾ തന്നെ UK വലിയ പൊട്ടിത്തെറികൾ. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പറഞ്ഞു, ഹോർമുസ് കടലിടുക്ക് വെച്ച് ആരും വിലപേശലിന് മുതിരരുത്. ഹോർമുസ് കടലിടുക്കിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ ഏറ്റവും അധികം വെട്ടിലാകുന്ന UK ആണ്, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ്. ട്രംപ് ഇപ്പോൾ ഒരു ശക്തമായ പ്രഖ്യാപനം നടത്തി. ഏറ്റവും നിർണായകമായ യുദ്ധഘട്ടത്തിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ നാറ്റോയുടെ സഹായം ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടും അവർ മുന്നോട്ട് വന്നില്ല. അതുകൊണ്ട് തന്നെ UK അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ അമേരിക്കൻ സേനയെ ഉടൻ പിൻവലിക്കുമെന്ന്. അങ്ങനെയാണ് UK പൂർണ്ണമായും വെട്ടിലാകും. UK 13 വ്യോമതാവളങ്ങളുണ്ട് അമേരിക്കയ്ക്ക്, 10,000 വ്യോമസേന അംഗങ്ങളുണ്ട്. വലിയ തുകയാണ് ഓരോ വർഷവും അമേരിക്ക ഈ സുരക്ഷയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. ഏകദേശം മാൻ പവർ തന്നെ ഒരു 12,000 പേർക്ക് UK-ക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ഇത് UK-യുടെ മാത്രം സ്ഥിതിയല്ല, എൻ്റയർ യൂറോപ്പിൽ. ട്രംപ് പറയുന്നത് എന്തിനാണ് നമ്മളിങ്ങനെ അവരുടെ സംരക്ഷണത്തിന് നമ്മുടെ സൈനികരെ അവിടെ ഇട്ട് നമ്മുടെ പണം കളയുന്നത്, അവരെ അങ്ങ് തിരിച്ചു വിളിക്കാം. അങ്ങനെ ഒരു സംവിധാനം ആലോചിച്ചാൽ റഷ്യക്ക് അപ്പർ ഹാൻഡ് വരും. യൂറോപ്പിനെ എപ്പോൾ വേണമെങ്കിലും റഷ്യ കയറി ആക്രമിക്കുക. ഇപ്പോൾ റഷ്യ ഭയന്ന് നിൽക്കുന്ന അമേരിക്കയുടെ കൂടി ഇടപെടൽ കൊണ്ടാണല്ലോ. അപ്പോൾ ഇതും കെയർ സ്റ്റാമർക്ക് വലിയ സമ്മർദ്ദമായി, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് വലിയ സമ്മർദ്ദമായി. ഞങ്ങളുടെ നിർണായക ഘട്ടത്തിൽ നിങ്ങൾ സഹായിച്ചില്ല എന്ന ആക്ഷേപം ട്രംപ് പുറത്തെടുക്കുന്നു.
മുൻപ് ഒരിക്കലും അമേരിക്ക ഇങ്ങനെ ആയിരുന്നില്ല. ഇത്തരം ലോക ഭൗമരാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്ന അമേരിക്ക ഇത്ര നിന്ന നിൽപ്പിൽ വാക്കുമാറ്റുകയും നിന്ന നിൽപ്പിൽ വെല്ലുവിളിക്കുകയും ഒരു നാഗരികതയെ തന്നെ തങ്ങൾ ഇല്ലാതാക്കും എന്ന് ഭയപ്പെടുത്തുകയും മുന്നറിയിപ്പ് നൽകുകയും യുദ്ധാഹ്വാനം നൽകുകയും യുദ്ധോപാനങ്ങൾ അയക്കുകയും ഇങ്ങനത്തെ ഒരു അമേരിക്ക ഇതിനു മുമ്പ് ലോകം കണ്ടിട്ടില്ല. അതിപ്പോൾ ട്രംപിലൂടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകൾ എവിടെ എത്തും എന്നിപ്പോൾ പ്രവചിക്കുക വയ്യ ഒരു വശത്ത്. രണ്ട്, ഏതെങ്കിലും തലത്തിൽ ഈ ചർച്ച പരാജയപ്പെട്ടാൽ ഇറാൻ പ്രതിനിധികൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? അതും വലിയൊരു പ്രതിസന്ധിയാണ്. മറ്റൊന്ന്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നു ഇറാനെ വളഞ്ഞു നിൽക്കുന്ന യുദ്ധ കപ്പലുകളും സേനാംഗങ്ങളെയും ഞങ്ങൾ ഉടൻ പിൻവലിക്കില്ല. ഞങ്ങൾ പിൻവലിക്കണമെങ്കിൽ നിങ്ങൾ കരാറിലെത്തണം. ആ കരാർ പാലിക്കപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമേ ഇവരെ പിൻവലിക്കൂ. ഇതാണ് ട്രംപിൻ്റെ നിലപാട്. ചർച്ച ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ച പരാജയപ്പെട്ടാൽ ഇസ്രായേലിന് പിന്നീട് മുന്നിലൊന്നുമില്ല, അടിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ലെബനൻ്റെ ഇപ്പോൾ ഹിസ്ബുള്ള കൈയടക്കി വെച്ചിരിക്കുന്ന തെക്കൻ ലെബനൻ പ്രദേശം അവർ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയേക്കും. അപ്പോൾ വലിയ സമ്മർദ്ദമാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന വലിയ സംഘർഷമാണ്. അമേരിക്ക ഇത്തരം നിലപാടുകളാണ് കൈക്കൊള്ളുന്നതെങ്കിൽ തങ്ങളുടെ സ്ലീപ്പർ സെല്ലുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. ആ സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിച്ച് പ്രത്യാക്രമണങ്ങൾ നടത്തും എന്നൊക്കെ ഇറാൻ ഭയപ്പെടുത്തുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും കുവൈറ്റിന് നേർക്ക് ഇറാൻ ആക്രമണം നടത്തി. ഇസ്രായേലിന് നേർക്ക് വീണ്ടും തങ്ങൾ ആക്രമണങ്ങൾ തുടരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു ഭയവുമില്ലാതെ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് ഇറാന് നല്ലത്. ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കി മടങ്ങും. ഹിസ്ബുള്ളയെങ്കിലും ഈ ആക്രമണത്തിൽ നിലംപരിച്ചാക്കി ആ പ്രദേശം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയേ ഇസ്രയേൽ പിൻവാങ്ങും. ഇസ്രയേലിൻ്റെ ഒരു വലിയ സ്വപ്നമാണ് അവരുടെ ആ ഒരു ഭൂവിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നത്. അതിലേക്കാണ് ഓരോ യുദ്ധവും ചെന്നെത്തുന്നത്. ഇപ്പോഴിതാ ഗാസ മുനമ്പിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു ബഫർ സോണാണ്. തങ്ങളുടെ പ്രദേശം സുരക്ഷിതമാക്കാൻ വെസ്റ്റ് ബാങ്കിൽ അവരുടെ സെറ്റിൽമെൻറ്റ്സ് അവർ വീണ്ടും കൂട്ടി. മറുവശത്ത് സിറിയയിൽ പണ്ട് UN നിരീക്ഷണമുണ്ടായിരുന്ന ബഫർ സോൺ, ബഷർ അൽ അസദിൻ്റെ കാലഘട്ടത്തിൽ ബഫർ സോൺ ആയിരുന്ന പ്രദേശം ഇസ്രായേൽ അവരുടെ നിയന്ത്രണത്തിലായവരുടെ സേനാവിന്യാസം നടത്തിയിരിക്കുന്നു. അങ്ങനെ ഓരോ മേഖല എടുക്കുമ്പോഴും അവർ തങ്ങളുടെ അതിർത്തി കൂടുതൽ സുരക്ഷിതമാക്കി വിസ്തൃതമാക്കി കൂടുതൽ ലക്ഷ്യത്തോടെടുക്കുകയാണ്. എല്ലാ കാലത്തും ഏറ്റവും ജാഗ്രത പുലർത്തുന്ന രാജ്യമെന്ന പേരുണ്ടായിരുന്നു ഇസ്രായേലിന്. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിൽ അതില്ലാതായി. പക്ഷെ അതിലേക്ക് തിരിച്ചെത്തുക, അതാണ് നെതന്യാഹുവിൻ്റെ വലിയ സ്വപ്നം. ശക്തിയിലൂടെ സമാധാനം. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ മെരുക്കാൻ അത്ര എളുപ്പമല്ല. പക്ഷേ ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകൾ അതിൻ്റെ അന്തിമ ഫലം എന്തായിരിക്കുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇനി ഇറാൻ്റെ ഭാവി. ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയ സമ്മർദ്ദങ്ങളുണ്ട്. അതായത് ഈ ആണവ ഇപ്പോൾ ഈ പറയുന്ന സമാധാന കരാർ നിലവിൽ വന്നെങ്കിലും വെടിനിർത്തൽ താൽക്കാലികമായി എത്തിച്ചെങ്കിലും അത് അംഗീകരിക്കാൻ ഇസ്രയേലിലെ ഒരു വിഭാഗം തയ്യാറല്ല. സൈന്യത്തിലും ചില എതിരഭിപ്രായങ്ങൾ വരുന്നു. പ്രതിപക്ഷം ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അതിശക്തമായി ചില വിമർശനങ്ങൾ പൊതുമധ്യത്തിൽ പറയുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അത് പ്രയോഗിക്കാതെ, അത് വിനിയോഗിക്കാതെ ഒരു 2 ആഴ്ച സമയം അനുവദിക്കുന്നത് വീണ്ടും ഇറാന് അവരുടെ ശക്തി ആയുധങ്ങൾ കൂട്ടാനുള്ള ഒരു അവസരം, ഒരു ആത്മഹത്യാപരമായിട്ടുള്ള നിലപാടിനാണ് നെതന്യാഹു കൂട്ടുനിന്ന് കൊടുത്തിരിക്കുന്നത് എന്നുള്ള വലിയൊരു വിമർശനം ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെയുണ്ട്. അല്ല, ആ ഒരു വിമർശനം നിലനിൽക്കുമ്പോഴും മറുവശത്ത് മറ്റൊരു സാധ്യത ഇസ്രായേലിന് ഇപ്പോൾ ലഭിച്ചു. അത് ഇറാൻ ആക്രമണം തുടർന്നിരുന്നുവെങ്കിൽ ഈ ഹിസ്ബുള്ള ഒരു വലിയ ലാൻഡിംഗ് പോയിൻ്റ് ഇറാനെ സംബന്ധിച്ച്. ഇതിനിടയിൽ ഈ യുദ്ധം തുടങ്ങിയ വേളയിൽ തന്നെ ഇറാനിൽ നിന്ന് ഒരുപാട് ആയുധങ്ങൾ ഹിസ്ബുള്ളക്ക് എത്തിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. അപ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഗ്യാപ്പിൽ ഹിസ്ബുള്ളയെ പൂർണ്ണമായി കത്തിച്ചു കളയാണ് ഇസ്രായേലിന്. അവരതാണ് ഇന്നലെ ഓർക്കണം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ച് 10 മിനിറ്റിനുള്ളിൽ 100 ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. അതിൽ നഈം കാസിമിൻ്റെ അനന്തരവനടക്കം നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നു. ഹിസ്ബുള്ളയുടെ ഒരു ഇപ്പോഴത്തെ നേതൃ കമാൻഡിനെ മുഴുവൻ ഉന്മൂലനം ചെയ്തു. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഓരോ സാഹചര്യവും പെട്ടെന്ന് അതിവിദഗ്ധമായി ഉപയോഗപ്പെടുത്തുകയാണ്. ഇന്നിപ്പോൾ ചർച്ചാ മേശയ്ക്ക് മുന്നിൽ അമേരിക്കയും ഇറാനും ഇരുന്നാൽ ഒരുപക്ഷെ ആദ്യം ഇറാൻ മുന്നോട്ട് വയ്ക്കുക ലെബനനിൽ നടക്കുന്ന ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണത്തിൻ്റെ തോത് കുറയ്ക്കുന്നില്ല. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായ സമ്മർദ്ദം ഉണ്ടായിട്ട് അവർ കുറയ്ക്കുന്നില്ല. അപ്പോൾ ഈ ഗ്യാപ്പിൽ ലെബനൻ
ഹിസ്ബുള്ളയെ തീർക്കുക, അതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. മറുവശത്ത് കനത്ത ആക്രമണങ്ങളാണ്. ഇസ്രായേൽ 10,800 ബോംബിങ്ങാണ് ഇറാനിൽ നടത്തിയത്. 3000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. പക്ഷേ ഇതെല്ലാം പ്രിസിഷൻ ആക്രമണങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ സൈനിക അവരുടെ ഭരണ ലക്ഷ്യസ്ഥാനങ്ങൾ വളരെ കൃത്യതയോടെ ആക്രമിച്ച് തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. ഈ 2 ആഴ്ചത്തെ ഗ്യാപ്പ് വീണ്ടും ആയുധങ്ങൾ സംഭരിക്കാനും വീണ്ടും അവരുടെ പ്രിസിഷൻ ആക്രമണങ്ങളുടെ ഒരു പ്ലാനിങ് ശക്തമാക്കാനുമുള്ള ഒരു കാലഘട്ടമായിട്ട് അവർ ഉപയോഗിക്കും. വിമർശനങ്ങൾ എക്കാലത്തുമുണ്ട് നെതന്യാഹുവിനെതിരെ. വിമർശനങ്ങളുടെ മുൾമുനിയിൽ നിന്ന് വളർന്നു വന്ന ഒരു നേതാവാണ് നെതന്യാഹു. ഇനി എന്താണ് നെതന്യാഹുവിൻ്റെ പദ്ധതി എന്ന് നമുക്ക് ഇസ്ലാമാബാദിൽ നടക്കുന്ന ഈ ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കാം. പക്ഷെ മധ്യസ്ഥന് വലിയ വിലയില്ല. അതാണ് ഇസ്ലാമാബാദിൻ്റെ പ്രശ്നം. ഇവിടെ നമ്മളിപ്പോൾ ഇസ്രയേൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ആയുധമെടുക്കുന്നു, ആക്രമണം നടത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് പക്ഷേ അത് അതിരുവിട്ടു പോകുന്ന ഒരു ആക്രമണ ശൈലിയിലേക്ക് ഇസ്രയേൽ പുറത്തെടുക്കുന്നു. ഈ പറയുന്ന ഗാസയിലേക്ക് ആക്രമണം നടത്തുമ്പോൾ ഹമാസുകൾ മാത്രമല്ല കൊല്ലപ്പെട്ടത്, എത്രയോ ജീവനുകൾ, സിവിലിയൻസിന് വലിയ രീതിയിലുള്ള കൊല്ലപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. സ്കൂളുകൾ ആക്രമിക്കപ്പെട്ടു, നവജാത ശിശുക്കൾ കൊല്ലപ്പെട്ടു. ഇറാനിൽ ആക്രമണം നടത്തുമ്പോഴും ഇതേ അവസ്ഥ തന്നെ, സിവിലിയൻസിന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നു. ലെബനനിലേക്ക് ആക്രമണം കടുപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും ഹിസ്ബുള്ളകൾ മാത്രമല്ല കൊല്ലപ്പെടുന്നത്, ഒരു ഭീകരമുഖത്തിലേക്ക് ഇസ്രായേൽ പോകുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഇസ്രായേലിനെ ആക്ഷേപിക്കാൻ വയ്യ. കാരണം സിവിലിയന്മാർ കൂടുതൽ കൊല്ലപ്പെട്ടത് അമേരിക്കൻ ആക്രമണത്തിലാണ്, ഇറാനിൽ. ആ സ്കൂൾ കുട്ടികളൊക്കെ അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇസ്രായേലിൻ്റെ പ്രത്യേകത പ്രിസിഷൻ അറ്റാക്കിൽ ലോകത്തെ ഏറ്റവും വിദഗ്ധർ എന്നുള്ളൊരു പേരാണ്. ലെബനനിൽ ഇപ്പോൾ ഇസ്രായേൽ തന്നെ പറയുന്നു, സാധാരണഗതിയിൽ ആക്രമണത്തിന് മുൻപ് മുന്നറിയിപ്പ് നൽകിയിട്ടാണ് ആക്രമണം നടത്തുന്നത്. പക്ഷേ പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ ഇസ്രായേലിന് അവിടെ മുന്നറിയിപ്പ് നൽകാൻ കഴിഞ്ഞില്ല. അത് 140ഓളം ആളുകൾ കൊല്ലപ്പെട്ട ആക്രമണങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയത്. പക്ഷെ മുൻപ് ഹിസ്ബുള്ളയുടെ കെട്ടിടങ്ങളിൽ, ഹിസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരങ്ങളിലായിരുന്നു കഴിഞ്ഞിരുന്ന ആ കെട്ടിടങ്ങൾക്ക് നേരെ പ്രിസിഷൻ അറ്റാക്ക് തുടങ്ങിയപ്പോൾ അവർ ജനവാസ കേന്ദ്രങ്ങളിലേക്ക്, ജനങ്ങൾക്കിടയിലേക്ക് ഉൾവലിഞ്ഞു. സാധാരണ വീടുകൾ ഉപയോഗപ്പെടുത്തി അവിടെ അവരുടെ മിസൈൽ കേന്ദ്രങ്ങളാക്കി, പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കി, ആക്രമണ ഘട്ടമൊരുക്കി. അതുകൊണ്ടാണ് സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കേണ്ടി വന്നത്. ഗാസ മുനമ്പിൽ സമാനമായിരുന്നു. സ്കൂളുകൾക്കിടയിൽ, ആശുപത്രിയിൽ, പള്ളികൾക്കിടയിൽ ഒക്കെയായിരുന്നു അവരുടെ മിസൈൽ ലോഞ്ചറുകളൊക്കെ അവർ സ്ഥാപിച്ചത്. അതുകൊണ്ടാണ് അത്തരം കേന്ദ്രങ്ങൾ അന്ന് നമുക്ക് വ്യക്തതയോടെ അതിൻ്റെ ദൃശ്യങ്ങൾ അവർ കാട്ടിത്തന്നതുമാണ്. ആക്രമണങ്ങൾക്ക് എപ്പോഴും ഒരു മാനുഷിക തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ വലിയൊരു ക്രൂരതയുണ്ട് എങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ച് മറ്റ് നിർവാഹമില്ല. ചുറ്റും അവരുടെ രാജ്യത്തിന് നേർക്ക് മിസൈലുകളുമായി നിൽക്കുന്ന ശത്രുക്കൾ. ഓരോ ആക്രമണം നടത്തുമ്പോഴും ശത്രുവിന് പ്രത്യേകിച്ച് ലക്ഷ്യ കേന്ദ്രങ്ങളൊന്നുമില്ല. സിവിലിയന്മാരെ ആക്രമിച്ചു കൊല്ലുക, ഇസ്രായേലികളെ കൊല്ലുക, അത് ഒറ്റ പോളിസിയുള്ളൂ. ഇസ്രായേലികളെ തീർക്കുക, തകർക്കുക, അവരുടെ രാജ്യം നശിപ്പിക്കുക. അപ്പോൾ തിരിച്ച് അതേ ആക്രമണ ശൈലി ഇസ്രായേൽ പുറത്തെടുത്തിരുന്നുവെങ്കിൽ 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടേനെ, രാജ്യങ്ങൾ തുടച്ചു നീക്കപ്പെട്ടേനെ. അതവർ ചെയ്തില്ല. അവർ പ്രിസിഷൻ അറ്റാക്കിലൂടെ ശത്രുവിൻ്റെ തല കൊയ്യാൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ. പക്ഷെ അക്കൂട്ടത്തിൽ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും നിരപരാധികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ ലോകത്തിന് വലിയ വേദനയുണ്ട്. പക്ഷെ ഓർക്കണം, പ്രതിഷേധിക്കാൻ പോലും, ഇപ്പോഴത്തെ ഇസ്രായേൽ നീക്കങ്ങൾക്കെതിരെ ചെറുവിരലനക്കാൻ പോലും ഒരു ലോകരാജ്യവും മുന്നോട്ട് വരുന്നില്ല. അതിൻ്റെ കാരണം എന്താ? ഇറാൻ പുലർത്തിയ ആ തീവ്രവാദ ശൈലിയാണ്. ഇറാൻ ഒരു ഭീകര ഭരണകൂടമായി ദീർഘദൂര മിസൈലുകൾ വികസിപ്പിച്ചെടുത്ത് ആണവായുധം ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. മറുവശത്ത് അവർ എല്ലാ കാലത്തും പറഞ്ഞിരുന്നത് ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുമെന്ന്. ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യാൻ അവരൊരു കൗണ്ട് ഡൗൺ ക്ലോക്ക് പോലും സ്ഥാപിച്ചിരുന്നു. ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്തിട്ട് താൻ വിശ്രമിക്കുമെന്ന് അലി ഖമനേയി പറഞ്ഞിരുന്നു. അതാണ് അവരുടെ ലക്ഷ്യം ആദ്യം തന്നെ അലി ഖമനേയിലേക്ക് കേന്ദ്രീകരിച്ചത്. ഇവിടെ ഇപ്പോൾ ഇത്രയും 2 രാജ്യങ്ങളാണ് ഇറാനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്നത്, ഇസ്രയേലും അമേരിക്കയും. പക്ഷേ ഇത്രത്തോളം വലിയ അടി കിട്ടിയിട്ടും ഇറാൻ പൂർണ്ണമായും കീഴടങ്ങി, പൂർണ്ണമായും തകർന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം അവരിപ്പോഴും അതിശക്തമായ ആക്രമണ രീതികൾ പുറത്തെടുക്കുന്നുണ്ട്. മറ്റൊരു വശത്തുകൂടി ഈ പറയുന്ന അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് റഷ്യയുടെ സഹായം ഉണ്ട് എന്നുള്ള ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. അങ്ങനെ പൂർണ്ണമായും ഇറാൻ അങ്ങ് ഇല്ലാണ്ടാകുമോ? ഒരിക്കലുമില്ല. കാരണം ഹിസ്ബുള്ള കഴിഞ്ഞ 2 വർഷക്കാലമായി ഇസ്രായേൽ നിരന്തരം ആക്രമിക്കുന്ന ഒരു തീവ്രവാദ പ്രോക്സി മിലിറ്റൻറ്റ് സംവിധാനമല്ലേ. അവരിപ്പോഴും നിൽക്കുന്നില്ല. അവരിപ്പോഴും ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുക്കുന്നില്ലേ. ഹൂത്തികൾ, അമേരിക്ക എത്രയോ വട്ടം ആക്രമണം നടത്തി
ഹൂതികളിൽ തലപൊക്കില്ല എന്ന് പറഞ്ഞു. അവരിപ്പോഴും ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് ശക്തരല്ലേ? 9 കോടി ജനങ്ങളുള്ള രാജ്യമാണ് ഇറാൻ. വലിയൊരു ഭൂപ്രദേശമാണ്. അതിനെ ഒരു സുപ്രഭാതം കൊണ്ട് കത്തിച്ചില്ലായ്മ ചെയ്യാനൊന്നും കഴിയില്ല. 10,800 ലക്ഷ്യസ്ഥാനങ്ങൾ ആക്രമിച്ച് തകർത്തു ഇസ്രയേൽ എന്ന് പറയുന്നു. അമേരിക്ക ഏകദേശം 4,000-ലധികം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ആക്രമണങ്ങൾ നടത്തി. 15,000 പോയിന്റുകളല്ല ഇത്ര വലിയ രാജ്യത്തുള്ളത്. ഇതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് പ്രതിരോധ സേനയ്ക്ക്, സായുധ സേനയ്ക്ക്, അവരുടെ വിവിധ സൈനിക വിഭാഗങ്ങൾക്ക് സംവിധാനങ്ങളുണ്ടാവും. 15 ലക്ഷം യുവാക്കൾ അമേരിക്ക കരയുദ്ധത്തിനിറങ്ങിയാൽ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ, ജീവൻ കളയാൻ തയ്യാറായി മുന്നോട്ട് വന്നുവെന്നല്ലേ ഇറാൻ പ്രഖ്യാപിച്ചത്. അപ്പോൾ അത്ര എളുപ്പമൊന്നുമല്ല ഇതുപോലൊരു രാജ്യത്തെ ഒന്നുമല്ലാതാക്കി കളയാൻ. അവരെപ്പോഴും പ്രതിരോധത്തിനും പ്രത്യാക്രമണത്തിനും ഉള്ള കഴിവ് നഷ്ടപ്പെടുത്താൻ എളുപ്പമല്ല. ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുക, അത് ഇസ്രായേലിൻ്റെ ശൈലിയാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഓരോ ആക്രമണവും ഓരോ യുദ്ധവും അവരുടെ അതിജീവനം ഒരു 15 വർഷത്തേക്ക് 20 വർഷത്തേക്ക് നീട്ടിയെടുക്കുക, അതാണ് അവരുടെ ലക്ഷ്യം. ഇറാൻ ആണവായുധം സംഭരിച്ചാൽ പിന്നീട് തങ്ങളില്ല എന്നുള്ള ഭയമാണ് ഈ ആക്രമണത്തിന് അവരെ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഇസ്ലാമാബാദിൽ നടക്കുന്ന ഈ ഒരു സമാധാന ചർച്ചയിൽ ആകാംക്ഷയോടെ ഒരു ആശ്വാസത്തിന് വേണ്ടി ഉറ്റുനോക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. അവരുടെ ഒരു സ്ഥിതി ഇനി എന്തായിരിക്കും? അല്ല, വല്ലാത്ത അവസ്ഥയിലേക്കാണ് ഗൾഫ് രാജ്യങ്ങൾ. ഇന്നിപ്പോൾ നമ്മൾ വായിക്കുന്നു, UAE-യിൽ, നമ്മുടെ ദുബായ് ഭരണാധികാരി ആ പ്രദേശത്തെ എല്ലാ ആളുകളോടും UAE ഫ്ലാഗ് ഉയർത്താൻ പറയുന്നു. അദ്ദേഹം ആളുകളിലെത്തുന്നു, കുട്ടികൾക്കൊപ്പം ചെലവഴിക്കുന്നു, നമ്മൾ സുരക്ഷിതരാണെന്ന് വിളംബരം ചെയ്യുന്നു. പക്ഷെ മറുവശത്ത് ഈ സാഹചര്യം ചൈന വല്ലാതെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. കാരണം ഗൾഫ് രാജ്യങ്ങൾ ഈ യുദ്ധത്തിന് ശേഷം ആസ്തികളിൽ വലിയ മൂല്യക്കുറവുണ്ടായി. മുൻപ് UAE-യിലൊക്കെ കെട്ടിടങ്ങൾ വാങ്ങണമെങ്കിൽ, സ്ഥലം വാങ്ങണമെങ്കിൽ വലിയ വില കൊടുക്കേണ്ടിയിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഈ യുദ്ധം കഴിഞ്ഞപ്പോഴേക്ക് ഏകദേശം 50% അവരുടെ പ്രൈസ് ഡൗൺ ആയി. ഈ സാഹചര്യം ഇപ്പോൾ വലിയ തോതിൽ ചൈന ഉപയോഗപ്പെടുത്തുന്നുവെന്നാണ്. ചൈന പല പ്രദേശങ്ങളിലേക്കും കടന്നു കയറുന്നുണ്ട്, അവരുടെ ആസ്തികൾ വികസിപ്പിക്കുന്നു, അവരുടെ കൂടുതൽ സേവനങ്ങളിൽ അവർ ഏർപ്പെടുന്നു. അമേരിക്കയാണ് ഇതിൻ്റെ എല്ലാം പ്രതിരോധ അണിക്കല്ല് ഗൾഫ് രാജ്യങ്ങളുടെ. ആ സ്പേസിലേക്ക് ചൈന കൂടി കടന്നു കയറുമോ എന്ന് സംശയിക്കണം. ട്രംപും ഭയക്കുന്ന അത്തരം ചില കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് വലിയ തോതിൽ യുദ്ധം ആളിക്കത്തിക്കാതെ ഏതെങ്കിലും തലത്തിൽ വെടിനിർത്തൽ എങ്കിൽ വെടിനിർത്തൽ, അതുകൊണ്ട് ഇതങ്ങ് ഒരു സമാധാനം പുലരട്ടെ എന്ന് ട്രംപ് ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു ഗതി ഇങ്ങനെയാണ്. ലെബനനിലേക്ക് ആക്രമണം തങ്ങൾ കടുപ്പിക്കുമെന്ന് പച്ചയ്ക്ക് പ്രഖ്യാപിക്കുകയാണ് ഇസ്രയേൽ. എന്നാൽ അത് അവസാനിപ്പിക്കണമെന്നാണ് ഇറാൻ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമാബാദിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമാധാന ചർച്ച ലോകം ഉറ്റുനോക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഒരു കീലേരി അച്ചുവാകുന്നുണ്ട്. ഇന്ത്യക്ക് നേരെ ഞങ്ങൾ എന്തോ വലിയ സംഭവമാണ് എന്ന് കാണിക്കുകയാണ്. സമാധാനത്തിന് ഞങ്ങൾ നിൽക്കുന്നു. എന്തായാലും ഒരു സമാധാനം ഉണ്ടാകട്ടെ. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.